തിരുപ്പാതെ ഞാൻ ഒന്നു ചേർത്തു വയ്ക്കട്ടെ. നിൻ പാദം ഉണർന്നു ഞാൻ ഒന്ന് ആരാധിക്കട്ടെ. എൻ കരങ്ങൾ തിരുപ്പാതെ ഞാൻ ഒന്നു ചേർത്തു വയ്ക്കട്ടെ. നന്മ ചെയ്തു സഞ്ചരിച്ച പാദങ്ങൾ ഒന്നു ചുംബിച്ചിടട്ടെ. ജീവന്റെ നാഥനാമേശുവേ എന്റെ തമ്പുരാനേ, ഉദ്ധാനം ചെയ്തവനേ ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനേ ഞങ്ങൾ ആരാധിക്കുന്നു. മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, കർത്താവിന്റെ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 10-11 തിരുവചനങ്ങൾ. മഴയും മഞ്ഞും ആകാശത്തു നിന്ന് വരുന്നു, അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു. അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. എന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ. ഫലരഹിതമായി അത് തിരിച്ചു വരില്ല. എന്റെ ഉദ്ദേശം അത് നിറവേറ്റും. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും. ഈ വചനം വായിച്ച് ധ്യാനിക്കുമ്പോൾ കർത്താവ് തരുന്ന ഒരു വലിയൊരു സന്ദേശം ഇതാണ്: ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യുന്നതാണ് കർത്താവിന്റെ വചനം. എന്നിട്ട് ഒരു ഉപമ പറയുകയാണ്. മഴയെ നോക്കുക, മഞ്ഞിനെ നോക്കുക. ആകാശത്ത് നിന്ന് മഴ വരുന്നു, ആകാശത്ത് നിന്ന് മഞ്ഞ് വരുന്നു. ഇത് ഭൂമിയിൽ പതിക്കുന്നു. ഇതിന് വേറൊരു വഴിയില്ല. മഴയുണ്ടെങ്കിൽ അത് ഭൂമിയിൽ പതിക്കുന്നു, മഞ്ഞുണ്ടെങ്കിൽ അത് ഭൂമിയിൽ പതിക്കുന്നു. എന്നിട്ട് അതിനൊരു ലക്ഷ്യമുണ്ടെന്ന് പറയുകയാണ് വചനം. എന്താണ് ലക്ഷ്യം? ലക്ഷ്യം ഇങ്ങനെയാണ്: അത് വിതയ്ക്കാൻ വിത്ത് നൽകുന്നു, ഭക്ഷിക്കാൻ ആഹാരം നൽകുന്നു എന്ന് പറഞ്ഞാൽ ഒരു വലിയ നന്മ പുറപ്പെടുവിപ്പിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് കർത്താവ് പറയുകയാണ്, മനുഷ്യന്റെ ജീവിതത്തില് അത്യന്താപേക്ഷിതമായ ഒരു കാര്യം ഭക്ഷണം. ഇതില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒരു കാര്യം വേണമെങ്കിൽ മഴ വേണം. അത് മുകളിൽ നിന്ന് വരാതെ പറ്റില്ല. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതിന് ശേഷം കർത്താവ് പറയുകയാണ്, എന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ. ഫലരഹിതമായി അത് തിരിച്ചു വരില്ല എന്ന് പറഞ്ഞാൽ എന്തോ ഒരു പ്രത്യേക ഫലം, മനുഷ്യന് അത്യന്താപേക്ഷിതമായ ഒരു ഫലം പുറപ്പെടുവിക്കേണ്ടത് കർത്താവിന്റെ വചനമാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, വചനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും ധ്യാനിക്കേണ്ട ഒരു കാര്യം, എന്റെ ജീവിതത്തിൽ കർത്താവിന്റെ ഈ വചനം, കർത്താവിന്റെ ഈ അഭിഷേകം നിറഞ്ഞ വചനം ഞാൻ ഏറ്റുപറയുമ്പോൾ, ഞാൻ ഉച്ചരിക്കുമ്പോൾ, ഞാൻ വായിക്കുമ്പോൾ വലിയൊരു അത്ഭുതം എന്നിൽ നടക്കുന്നുണ്ട്. ഞാൻ അറിയാതെ എന്നിൽ പല കാര്യങ്ങളും ഫലപ്രദമായി കർത്താവ് നടപ്പാക്കുന്നുണ്ട്. ഈ കൃപ സ്വീകരിക്കുവാൻ ഇന്നത്തെ ദിവസം വചനം ശ്രവിക്കുന്ന ഓരോ ദൈവമക്കളെയും കർത്താവ് ഏറ്റവും സ്നേഹത്തോടു കൂടി ക്ഷണിക്കുകയാണ്. ഇനി ശ്രവിക്കുക, പറയണം, അത് ഫലരഹിതമായി തിരിച്ചു വരികയില്ല. ഓരോ വചനത്തിനും, ബൈബിളിലെ ഓരോ വചനത്തിനും അത്ഭുതകരമായ ഫലമുണ്ട്, അത്ഭുതകരമായ ഔഷധ ഗുണമുണ്ട്. അതുകൊണ്ടാണ് പറയണത്, മരുന്നോ ലേപനോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന കർത്താവേ, അങ്ങയുടെ വചനമാണ് എനിക്ക് സൗഖ്യം നൽകിയത്. മരുന്ന് ലേപനവും ഇതുകൊണ്ട് സൗഖ്യം കിടക്കുന്നുണ്ട്, ധാരാളം സ്ഥലത്ത് സൗഖ്യം ലഭിക്കുന്നുണ്ട്. പക്ഷെ പറഞ്ഞ ഇതിനപ്പുറത്ത് ഒരു മനുഷ്യൻ മരുന്ന് പ്രയോഗിച്ച്, ഒരു മനുഷ്യൻ ഔഷധം പ്രയോഗിച്ച്, എല്ലാ കാര്യം പ്രയോഗിച്ചതിന് ശേഷം ഈ മനുഷ്യൻ പറയുകയാണ്, എന്നാൽ ആ മനുഷ്യർക്ക് സൗഖ്യം നൽകുന്ന വചനം, അതാണ് എനിക്ക് സൗഖ്യം നൽകിയത്. നോക്കുക, കർത്താവിന്റെ വചനത്തിന്റെ ശക്തി നോക്കുക. ഓരോ രോഗങ്ങൾ വരുമ്പോഴും, ഓരോ പ്രശ്നങ്ങൾ, അസ്വസ്ഥതകൾ വരുമ്പോഴും നമ്മൾ ഓടി ഡോക്ടറുടെ അടുത്തേക്ക് പോകും. എവിടെ? തീർച്ചയായും ഡോക്ടറുടെ അടുത്തേക്ക് നമ്മൾ പോകണം. ഡോക്ടറുടെ അടുത്ത് പോകരുതെന്നല്ല പറയുന്നത് കർത്താവിന്റെ വചനം ഒരു നോക്ക് വായിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോയാലും അതിനൊരു വലിയ ഫലമുണ്ട്, അതിനൊരു വ്യത്യാസമുണ്ട്, അതിനൊരു കൃപയുടെ ഒരു ഒഴുക്കുണ്ട് അതിനകത്ത്. അപ്പോൾ സാധാരണ വചനം വായിച്ചിട്ട് നമ്മളൊരു കാര്യം ചെയ്യുന്നതും വചനം വായിക്കാത്ത ഒരു കാര്യം ചെയ്യുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്.
ഏതെങ്കിലും കാര്യം കാലാകാലങ്ങളായിട്ട് ഫലമില്ല, കാലാകാലമായിട്ട് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്, പൈസ കുറെ ഇറക്കി, കുറെ ബിസിനസ് ചെയ്ത്, കുറെ പരിശ്രമിച്ചിട്ട്, കുറെ പഠിച്ചു, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒരു ഫലമില്ലെങ്കിൽ ഒരു ഫലം തരുന്ന ഒരു വലിയൊരു വിശ്വാസത്തിന്റെ മേഖലയിലേക്ക് ഇന്ന് നമ്മൾ കടന്നു വരണം. കർത്താവിന്റെ വചനം പറയുകയാണ്, ഫലരഹിതമായി അത് വരില്ല, തിരിച്ചു വരില്ല. ഈ വചനം നമ്മൾ ഏറ്റു പറയുമ്പോൾ ഏത് മേഖലയിലാണോ പ്രിയപ്പെട്ട സഹോദര സഹോദരി നിനക്ക് വചനത്തിന്റെ ഒരു ജീവിതത്തിൽ ഒരു ഫലമില്ലെന്ന് മനസ്സിലാവുന്നത്, അവിടേക്ക് ഈ വചനം എത്തിക്കേണ്ട കാര്യം എത്തിക്കേണ്ട സമയത്ത് എത്തിക്കാതെ നമുക്ക് പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ വചനം ആ എത്തിക്കേണ്ട സ്ഥലത്ത് അങ്ങോട്ട് എത്തിക്കുക. ഫലം എവിടെയാണ് കിട്ടണമെന്ന് തോന്നുന്നത് അവിടേക്ക് വചനം എത്തിക്കുക. അപ്പോൾ ഇതാ അത്ഭുതകരമായിട്ട് ഈ വചനം നിന്നിൽ പ്രവർത്തിച്ചു തുടങ്ങും. ഫലരഹിതമായി തിരിച്ചു വരില്ല. ഫലരഹിതമായ ഒരു മേഖലയും നിന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. ഫലരഹിതമായ ഒരു അധ്വാനവും നിന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. ഫലരഹിതമായ ഒരു ചിന്തകളും നിന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. ചിന്തകള്, അധ്വാനങ്ങള്, പരിശ്രമങ്ങള് ഇതെല്ലാം പലപ്പോഴായി തകർന്നു പോകുമ്പോൾ പ്രിയപ്പെട്ട ദൈവജനമേ, കുടുംബത്തോടു കൂടി നീരുന്ന ഈ വചനം കേൾക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ന് എന്റെ കുടുംബത്തോടു കൂടി വചനം വായിച്ച് ഞാൻ തുടങ്ങും. ഫലരഹിതമായ മരുഭൂമിയിലേക്ക് ഈ വചനത്തിന്റെ അരുവി ഒഴുകട്ടെ. ഫലരഹിതമായി കിടക്കണ ആ മരുഭൂമിയെ മുഴുവൻ ഈ അരുവി നനയ്ക്കട്ടെ. നിന്റെ ജീവിതത്തിൽ ഒരു പുതിയ ഉണർവും, പുതിയൊരു ഉന്മേഷവും, പുതിയൊരു ശക്തിയും, പുതിയൊരു കൃപയും ഈ ദിവസം വന്നു ചേരട്ടെ. നീ ഇന്നൊരു തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കുക. ഇന്ന് മുതൽ വചനം ശക്തമായിട്ട് എന്റെ കുടുംബത്തിൽ എല്ലാവരും ചേർന്ന് വായിക്കുമെന്ന് പറയുമ്പോൾ ഇതാ ഫലരഹിതമായ പ്രദേശങ്ങളിലേക്ക് കർത്താവിത ഒരു പുതിയ അരുവി ഒഴുക്കി അതിനെ പച്ചപ്പുൽ മൈതാനമാക്കി മാറ്റുന്ന ഒരു കാഴ്ച നിന്റെ ജീവിതത്തിൽ നീ കണ്ടുമുട്ടും പ്രിയപ്പെട്ട സഹോദര സഹോദരി. എന്നിട്ട് അടുത്ത വചനം പറയുകയാണ്, എന്റെ ഉദ്ദേശം അത് നിറവേറ്റും. നമ്മൾ മനസ്സിലാക്കേണ്ട കർത്താവിനൊരു ഉദ്ദേശമുണ്ട് നമ്മളെക്കുറിച്ച്, നമ്മുടെ കർത്താവിനൊരു ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് നമ്മളിങ്ങനെ ഉണങ്ങി ജീവിക്കേണ്ട കാര്യമില്ല. എത്രയോ മനുഷ്യരിങ്ങനെ ഉണങ്ങി പ്രതീക്ഷയില്ലാണ്ട് ജീവിക്കണം. നമ്മൾ മനസ്സിലാക്കണം, കർത്താവിന്റെ വചനം പറയുന്നത് ജെറമിയ 29:19, നിന്നെ കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഉദ്ദേശം എനിക്കുണ്ട്. നീ എവിടെ പോകണം എനിക്കൊരു ഉദ്ദേശമുണ്ട്. നീ അവിടെ പോയാൽ എന്ത് ചെയ്യണം എനിക്കൊരു ഉദ്ദേശമുണ്ട്. നീ അവിടെ ചെന്ന് നിനക്ക് കിട്ടുന്ന കാര്യങ്ങൾ എനിക്കൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം അത് നിറവേറണം എന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ലക്ഷ്യസ്ഥാനത്ത് എത്താതെ തകരുന്ന മനുഷ്യനാണ് നീ എന്നുണ്ടെങ്കിൽ, ചില മനുഷ്യരുണ്ട് ഒരുപാട് കാലഘട്ടം, ഈ കാലഘട്ടത്തിൽ നടക്കുന്ന സംഭവമാണ്, അവരൊരുപാട് പരിശ്രമിക്കും, അവസാനം അത് ബുദ്ധിമുട്ടായി മാറും. അവസാന സമയമാകുമ്പോഴത്തേക്ക് അത് എങ്ങനെയെങ്കിലും അത് നശിച്ചു പോകും. അവസാനം ആകുമ്പോഴത്തേക്ക് അതിന്റെ ആ പ്രതീക്ഷകളെല്ലാം പോയി. ഈ അവസാന സമയത്ത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില തകർച്ചകളുണ്ടല്ലോ, എല്ലാ കാര്യങ്ങളും നീ പരിശ്രമിച്ച് എത്രത്തോളം കഷ്ടം അവസാനം പോയിട്ട് അത് നശിച്ചു പോകുന്ന ഒരു സാഹചര്യം നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, കർത്താവ് ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും. നിന്റെ അവസാനം ആ ചെയ്യുന്ന കാര്യത്തിന് ഒരു ഫിനിഷിംഗ്, നല്ലൊരു ഫിനിഷിംഗ് നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ, ഒരു പൂർണ്ണത വേണമെന്നുണ്ടെങ്കിൽ ചെയ്യുന്നതിന് മുമ്പ് വചനം വായിക്കുക, ആ വചനത്തെ അഭിഷേകം സ്വീകരിക്കുക, കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുക. ഇതാ കർത്താവ് അത്ഭുതകരമായിട്ട് നിന്നെ വഴി നടത്തുന്നത് നിനക്ക് കാണുവാൻ സാധിക്കും. എന്നിട്ട് കർത്താവ് പറയുകയാണ്, ഇതാ ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി അത് ചെയ്യും. അപ്പോൾ കർത്താവിന്റെ വചനത്തിന്റെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് പ്രിയപ്പെട്ട ദൈവജനമേ നമ്മളിന്ന് മനസ്സിലാക്കുക. വചനം വായിക്കാതെ ഏതെങ്കിലും ഒരു വ്യക്തി ഒരു ദിവസം തള്ളി നീക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവനും ദൈവമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ബന്ധം അറ്റുപോയി. അവനും ദൈവമായിട്ടുള്ള, അല്ലെ ആ മകളും ദൈവവുമായിട്ടുള്ള ഒരു വലിയ വിള്ളൽ അവിടെ സംഭവിച്ചു. ദൈവത്തിന്റെ വചനത്തിൽ ഒരു വിള്ളൽ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് ഒരു ചെറിയൊരു കുറവ് അവിടെ വന്നു. ഏതോ വചനം വായിക്കാണ്ട് ഒരു വ്യക്തി മുന്നോട്ട് നീങ്ങുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ഏറ്റവും വലിയൊരു തകരാറെന്ന് പറഞ്ഞാൽ ഉദ്ദേശം മാറിപ്പോകും. ഒരു കാര്യം തുടങ്ങി വെക്കും, വേറെ എവിടെയെങ്കിലും ചെന്ന് അവസാനിക്കും. ഒരു കാര്യം തുടങ്ങി വെക്കും, പകുതി വെച്ച് അവസാനിക്കും. അപ്പൊ ഉദ്ദേശം പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ, ഫലരഹിതമായ ജീവിതം മാറി ഫലഭൂഷ്ടമായ മണ്ണിൽ നിനക്ക് കൃഷി ഇറക്കണമെന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, ദൈവവചനം ആദ്യം വായിക്കുക, അതിന്റെ അഭിഷേകം സ്വീകരിക്കുക, കർത്താവിന്റെ വചനമാണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ജീവിതത്തെ ക്രമീകരിക്കുമ്പോൾ അത്ഭുതകരമായ രീതിയിൽ ഇതാ കർത്താവ് നിന്റെ ജീവിതത്തിൽ ഇടപെടുന്നത് നിനക്ക് കാണാൻ സാധിക്കും. ഇനി മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 12-ാം അധ്യായം 24-ാം വചനം, ഒരു അഭിഷേകം നിറഞ്ഞൊരു വചന കർത്താവ് പറയുകയാണ്. 24-ാം വചനം, യേശു അവരോട് പറഞ്ഞു, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. നോക്കുക, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത് എന്ന് പറഞ്ഞാൽ, വിശുദ്ധ ലിഖിതം അറിയാത്തത് കൊണ്ടല്ലേ നിനക്ക് തെറ്റുപറ്റിയത്? വിശുദ്ധ ലിഖിതത്തിന്റെ ശക്തി അറിയാത്തത് കൊണ്ടല്ലേ നിനക്ക് തെറ്റുപറ്റിപ്പോയത്? ദൈവത്തിന്റെ ശക്തി അറിയാത്തത് കൊണ്ടല്ലേ നിനക്ക് തെറ്റുപറ്റിപ്പോയത്? ഈ നിനക്ക് എന്നുള്ളതിന് പകരം നോക്കുക, ഈ വചനം ഇവിടെയുണ്ടല്ലോ 24,
വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തി അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്? ഇതിന് പകരം നിങ്ങൾക്ക് എന്നുള്ളതിന് പകരം എനിക്ക് അല്ലെങ്കിൽ എന്റെ കുടുംബത്തിന് എന്നങ്ങോട്ട് ചേർത്ത് വായിക്കാം. നമുക്കൊന്ന് വായിച്ചു നോക്കിയേ. വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തി അറിയാത്തത് കൊണ്ടല്ലേ എനിക്ക് തെറ്റുപറ്റുന്നത്, എന്റെ കുടുംബത്തിന് തെറ്റുപറ്റുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട സഹോദര സഹോദരി, കുടുംബ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ നിനക്ക് വിജയം കാണണോ? തെറ്റുപറ്റി എന്ന് പറഞ്ഞ് നിലവിളിക്കാണ്ട് ഒരു വിജയത്തിലെത്തണമോ? കർത്താവിന്റെ വചനം പറയുന്നു, ഇതിന്റെ ശക്തി നീ മനസ്സിലാക്കണം. കർത്താവിന്റെ വചനത്തിന്റെ ശക്തി. ഒരു മനുഷ്യൻ നീ നടന്നു പോകുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ മോശമായിട്ടുള്ള 2-3 സംസാരം നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞ് നിന്റെ മുഖം ചുമന്നു പോകും, നമ്മുടെ കണ്ണുകളൊക്കെ കലങ്ങും. കാരണം ഒരാളുടെ വാക്കാണത്. അദ്ദേഹം ശാരീരികമായിട്ട് നമ്മളെ ഉപദ്രവിക്കുക ഒന്നും ചെയ്തിട്ടില്ല. എന്തെങ്കിലുമൊക്കെ മോശമായിട്ടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമ്മുടെ മുഖം ചുമന്ന് കണ്ണൊക്കെ കലങ്ങി വേറൊരു രൂപത്തിൽ നമ്മളൊക്കെ വെറും ഒരു മനുഷ്യൻ ഒന്നും ചെയ്യാതെ ഒരു വാക്ക് പറഞ്ഞപ്പോ ഇത്രയധികം സ്വാധീനം നമ്മുടെ ജീവിതത്തിലുണ്ടായി. കാരണം വാക്കുകൾക്ക് മൂർച്ചയുണ്ട്, വാക്കുകൾക്ക് ശക്തിയുണ്ട്. ഒരു കുന്തമെടുത്ത് കുത്തുന്നതിലും ശക്തിയായിട്ട് ചില വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ചില മനുഷ്യന്മാരത് ഓർത്തിരിക്കും. അത്രയ്ക്കും വാക്കുകൾക്ക് ശക്തി. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, നീ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നിന്റെ കുടുംബത്തിൽ ഈ വാക്കുകൾ കൊണ്ട് എത്രത്തോളം മുറിവേറ്റിട്ടുണ്ട്, വാക്കുകൾ കൊണ്ട് എത്ര കുടുംബങ്ങൾ തകർന്നു പോയിട്ടുണ്ട്, വാക്കുകൾ കൊണ്ട് സഹോദരൻ സഹോദരി അല്ലെങ്കിൽ മറ്റുള്ളവർ പരസ്പരം സംസാരിക്കാതെ 12 വർഷം 15 വർഷമായിട്ട് കഴിയുന്നുണ്ട്. കാരണം എന്താണ്? അവരെന്നോട് അങ്ങനെ പറഞ്ഞു. അങ്ങനെ പറയാൻ പാടില്ലാത്ത എന്റെ സഹോദരി പറഞ്ഞു, പറയാൻ പാടില്ലായിരുന്നു, പറഞ്ഞു. എന്ത് പറഞ്ഞു? വചനം പറഞ്ഞു. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെയാണെങ്കിൽ കർത്താവിന്റെ വചനം, സൃഷ്ടികർത്താവിന്റെ വചനം, ദൈവത്തിന്റെ വചനം എത്ര ശക്തിയാണ്. നമ്മൾ ഈ വചനം ഒന്ന് ചെവിയോട് പോകുന്ന വഴി ഒന്ന് കേട്ടിട്ട് പോയാൽ ആ വഴി മുഴുവൻ അനുഗ്രഹിക്കപ്പെട്ടു. ചേർന്ന് പറയാം ഹല്ലേലൂയ. അതാണ് ഇതിന്റെ ശക്തി. പ്രിയപ്പെട്ടവരെ, പോകുന്ന വഴി, എന്ത് കാര്യം ചെയ്യുന്ന വഴി, നമ്മളെ നാട്ടുകാരുടെ വചനം, വീട്ടുകാരുടെ വചനം, കൂട്ടുകാരുടെ വചനം, മറ്റുള്ളവരുടെ വചനം, ശത്രുക്കളുടെ വചനം, സകല കോണിൽ നിന്ന് 360 ഡിഗ്രിയിൽ നമ്മൾ ഈ വചനം എല്ലാം കേട്ടുകൊണ്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കേണ്ട കാര്യം, കേൾക്കേണ്ടവന്റെ വചനമാണ്, കേൾക്കേണ്ടത് ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനം കേട്ട് കഴിയുമ്പോൾ ഇതിന്റെ ഒരു ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് അത്ഭുതകരമായിട്ട് കടന്നു വരുന്ന ഒരു കാഴ്ച നീ കാണും. ഏത് മേഖലയിലാണ് നിനക്ക് ചെയ്യേണ്ടത് ആ മേഖലയിലേക്ക് ഈ വചനം കേട്ട് പോയി കഴിയുമ്പോൾ മനസ്സിലേക്ക് ഇതാ ദൈവത്തിന്റെ ആത്മാവ് കടന്നു വരുന്നു, ഒരു വലിയ ശക്തി കടന്നു വരുന്നു. ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കും, ഇങ്ങനെ വായിക്കും, അവിടെ ഒന്നുമില്ലായിരുന്നു, അന്ധകാരമയമായിട്ടുള്ള ഒരു കാലഘട്ടം. അങ്ങനെ ഒരു സമയത്ത് കർത്താവ് പറഞ്ഞു, പ്രകാശം ഉണ്ടാകട്ടെ. അടുത്ത വചനം, പ്രകാശം ഉണ്ടായി. അന്ധകാരമായി കഴിഞ്ഞു, ഒന്നുമില്ലാത്തൊരു സാഹചര്യത്തിൽ ദൈവം പറഞ്ഞു പ്രകാശം ഉണ്ടാകട്ടെ, പ്രകാശം ഉണ്ടായി. ഇങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു. കർത്താവ് ഇപ്പൊ വചനം പറഞ്ഞു, 10 വർഷം കഴിഞ്ഞിട്ടല്ല സൃഷ്ടിക്കപ്പെടുന്നത്. പറയുന്ന നിമിഷം അവിടെ ഉണ്ടാകുകയാണ്, പറയുന്ന നിമിഷം അവിടെ ശക്തി ഉണ്ടാവുകയാണ്. എന്താണ് കാരണം എന്നറിയാം? ദൈവത്തിന്റെ വചനം സൃഷ്ടിക്കുന്ന വചനമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തിന്റെ വചനം സൃഷ്ടിക്കുന്ന വചനമാണ്. വചനം പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയം അവിടെ പ്രവർത്തിച്ചു തുടങ്ങുകയാണ്. അപ്പോൾ നിന്റെ ജീവിതത്തിൽ നീ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നീ ഉദ്ദേശിക്കുന്ന എന്താണെന്നറിയാമോ? എന്റെ ബുദ്ധി ഇപ്പോഴും അങ്ങോട്ട് ശരിയാക്കി തരാം, ഇപ്പോഴും അങ്ങോട്ട് ചെയ്തു തീർക്കാം എന്ന് പറഞ്ഞ് നമ്മളിതങ്ങോട്ട് പരിശ്രമിച്ച് ചെയ്യും. ഇതാ ചീട്ട് കൊട്ടാരം പോലെ എല്ലാം കൂടെ തകർന്ന് താഴെ വീണു പോകും. അപ്പൊ പ്രിയപ്പെട്ടവർ എന്താ ചെയ്യേണ്ടത്? എന്താ സഹോദരി ചെയ്യേണ്ടത്? കർത്താവിന്റെ വചനം സൃഷ്ടിക്കുന്ന വചനമാണെങ്കിൽ ഏത് കാര്യമാണ് നമ്മൾക്ക് ചെയ്യേണ്ടത്? ആ മേഖലയിലേക്ക് കർത്താവിന്റെ വചനം ഏറ്റു പറഞ്ഞിട്ട് നമ്മൾ ആ കാര്യം പ്രവർത്തിക്കുമ്പോൾ നീയല്ല പ്രവർത്തിക്കുന്നത്, ദൈവത്തിന്റെ ശക്തിയാണ് പ്രവർത്തിക്കുന്നത്. ഒന്നുമില്ലായ്മയിൽ അന്ധകാരത്തിന്റെ മേഖലയിലേക്ക് കർത്താവ് പറഞ്ഞു ഉണ്ടാകട്ടെ. അങ്ങനെ പറഞ്ഞപ്പോൾ ഇതാ അവിടെ പ്രകാശം ഉണ്ടായെങ്കിൽ ഇതാ നീ വചനം ഏറ്റെടുത്ത് വെച്ചുകൊണ്ട് പറയുക, ഇതാ ഇവിടെ ഒരു കാര്യം നടക്കട്ടെ. ഒന്നുമില്ല, ഇവിടെ കടം കയറിയിരിക്കുകയാണ്, ഒരു പൈസ കയ്യിലെടുക്കാനില്ല, അല്ലെ രോഗം മൂലം അസ്വസ്ഥപ്പെട്ടിരിക്കുകയാണ്, മരുന്ന് ഉപയോഗിച്ചിട്ട് കാര്യമില്ല, ഇങ്ങനത്തെ ഒരു സാഹചര്യം, സാധ്യതകളില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് നീ വചനം കൂടെ ഏറ്റു പറയുക. ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ. ലൂക്കാസ് സുവിശേഷം 18:27 പറയുന്നുണ്ടല്ലോ, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. അപ്പോൾ ഒന്നും നടക്കാത്തൊരു മേഖലയിലേക്ക് നീ എന്ത് ചെയ്യണമെന്നറിയാവോ? നീ അവിടെ അങ്ങോട്ട് ചെല്ലുക, ആ പ്രദേശത്ത് അങ്ങോട്ട് ചെല്ലുക. ആ പ്രദേശത്ത് നീ ആദ്യം മനസ്സിലാക്കുക, എന്റെ ദൈവം എന്റെ കൂടെയുണ്ട്. ഞാൻ പറയാൻ പോണത് ദൈവത്തിന്റെ വചനമാണ്. ഈ വചനത്തിന് ഒരു ശക്തിയുണ്ട്. ഇങ്ങനെ നീ അങ്ങോട്ട് വിശ്വസിച്ചിട്ട് നിന്റെ വലതുകരം ഇങ്ങനെ നീട്ടിപ്പിടിക്കുക. വലതുകരം നീട്ടിപ്പിടിച്ചിട്ട് എന്ത് അസ്വസ്ഥതയാണുള്ളത്, ഏത് വ്യക്തികളാണ് നിനക്ക് തടസ്സം നിൽക്കുന്നത്, ഏത് പൈശാചികമായ പീഡയാണ് ആ പ്രദേശത്തെ അഭിമുഖീകരിക്കുന്നത്, അതിന് കാരണം ഈ വലതുകരം നീട്ടിപ്പിടിച്ചിട്ട് ശക്തമായിട്ട് പറയാ, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്, മനുഷ്യർക്ക് അസാധ്യമായ ദൈവം. ഇങ്ങനെ നീ നിന്റെ വലുതരം നീട്ടിപ്പിടിച്ചിട്ട് ദൈവവചനം ഏറ്റു പറയുമ്പോൾ പ്രിയപ്പെട്ട ദൈവജനമേ, മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയോ? അവിടെ എന്തെങ്കിലുമൊക്കെ സൃഷ്ടിക്കപ്പെടും.
അവിടെയുള്ള അന്ധകാരത്തിന്റെ മേഖലകൾ എടുത്തു മാറ്റപ്പെടുന്നു, പ്രകാശം വന്ന് നിറയണു. ഒരു പുതിയൊരു പുത്തൻ ഉണർവ് അവിടെയുള്ള ആളുകൾക്ക് കിട്ടുന്നു. നോക്കിയ ഒരു മനുഷ്യൻ വചനം ഏറ്റേറ്റ് പറഞ്ഞപ്പോൾ, വിശ്വാസത്തോടെ പറഞ്ഞപ്പോൾ, ആ പ്രദേശത്ത് ഒരു പുതിയ സൃഷ്ടി അവിടെ ഉണ്ടാവുകയാണ്. പുതിയൊരു കൃപ അവിടെ നിറയാണ്. ഇതിനുള്ള കാരണം എന്താണെന്നറിയോ? നിന്റെ വിശ്വാസം, കർത്താവിന്റെ വചനത്തിൽ നീ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം. ഈ വിശ്വാസത്തോടെ നീ വചനം പറഞ്ഞോ, അത്ഭുതകരമായിട്ടുള്ള ആ കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ നീ കാണും. പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, അതുകൊണ്ട് നീ ഒരു യുവാവായിക്കൊള്ളട്ടെ, ഒരു യുവതി ആയിക്കൊള്ളട്ടെ, ഒരു കൊച്ചുകുട്ടി ആയിക്കോട്ടെ, ഒരു പ്രായമുള്ള വ്യക്തി ആയിക്കോട്ടെ, എത്ര പ്രായമുള്ള വ്യക്തി ആയിക്കോട്ടെ, നിന്റെ ജീവിതത്തിൽ ഈ വചനത്തിന് ശക്തിയുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ വചനത്തിന്റെ ശക്തി നമ്മൾ മനസ്സിലാക്കിയാൽ ജീവിതത്തിൽ തെറ്റ് പറ്റില്ല. പ്രിയപ്പെട്ടത്, തെറ്റ് പറ്റുന്ന വഴികളെ കർത്താവ് മാറ്റിയെടുക്കുക. നമ്മൾ കർത്താവിന്റെ വചനം എന്താ പറയണത്? ദൈവത്തിന്റെ ശക്തിയോ വിശുദ്ധ ലിഖിതങ്ങളോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾ. അറിയാൻ പാടില്ല ഇതിന്റെ ശക്തി എന്താണെന്ന്, അറിയാൻ പാടില്ല. അതുകൊണ്ട് ഈ ശക്തി നമ്മൾ അങ്ങോട്ട് അറിയാ, അങ്ങോട്ട് പ്രവർത്തിക്കുക. എന്താണെന്ന് മനസ്സിലാക്കുക. ഈ ശക്തി നമുക്ക് ഇത്രയും ശക്തി ഇതിനുണ്ട്, ഇത്രയും കൃപയുണ്ട്. ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ വചനമേറ്റ് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന തെറ്റുകളിൽ നിന്ന് കർത്താവ് മാറ്റി. അത് പറഞ്ഞത് തെറ്റ് പറ്റും, ഭാവികാലാണ്. തെറ്റ് പറ്റും, തെറ്റ് പറ്റിക്കൊണ്ടിരിക്കുന്നു, തെറ്റ് പറ്റിപ്പോയി. പക്ഷെ ഇതിനെല്ലാം ഒരു മോചനം കിട്ടുന്നത് വചനമേറ്റ് പറയാം. കർത്താവിന്റെ വചനം ശക്തിയുള്ളതാണ്. ആ വചനം നീ ഏറ്റു പറയുമ്പോൾ ഇതാ ഒരു പുതിയ സൃഷ്ടി, ഒരു പുതിയ ശക്തി, ഒരു പുതിയ അഭിഷേകം നിന്റെ കുടുംബ ജീവിതത്തിൽ വന്ന് തീരുമെന്ന് 100% വിശ്വസിക്കുക. ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ പ്രവർത്തിച്ചു തുടങ്ങും. വീണ്ടും നമ്മൾ വചനത്തിൽ കാണുന്നതാണ് മർക്കോസിന്റെ സുവിശേഷം, അതിന്റെ 13-ാം അധ്യായം 31-ാം തിരുവചനം. ആകാശവും ഭൂമിയും കടന്നുപോകും, എന്നാൽ എന്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല. ഇതിനെന്താ അർത്ഥം പ്രിയപ്പെട്ടവരെ? ആകാശവും ഭൂമിയും ഒക്കെ കടന്നു പോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു അവസാനമുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ജീവിക്കുന്ന മനുഷ്യര് ഒരു 50 കൊല്ലം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു 100 കൊല്ലം കഴിയുമ്പോൾ അവരുണ്ടാവില്ല. ഇപ്പൊ ഒരു മരം നിങ്ങൾ പുറത്ത് നോക്കുക, അത് ഒരു 100 കൊല്ലം അല്ലെങ്കിൽ ഒരു 500 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവിടെ ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധമില്ല. ഇപ്പൊ കടലായിരുന്ന ഭാഗം കുറച്ച് കഴിയുമ്പോൾ കരയാവുന്നു, കരയായിരുന്ന ഭാഗം കടലായിട്ട് മാറുന്നു, പർവ്വതമായിരുന്ന ഭാഗം സമതലമായിരുന്നു, സമതലമായിരുന്ന ഭാഗം ഇതെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. നാളെ എന്ത് സംഭവിക്കുന്നതെന്ന് പോയിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞ് എന്താ സംഭവിക്കുന്നതെന്ന് നമുക്കറിയാൻ പാടില്ല. ഒരു മിനിറ്റ് കഴിഞ്ഞ് എത്ര പേര് ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് പോലും അറിയാൻ പാടില്ല. ഇതാണ് മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കും. കർത്താവ് പറയുകയാണ്, ഇതൊക്കെ എനിക്കറിയുന്ന കാര്യങ്ങളാണ്, ഇതൊക്കെ എന്ത് സംഭവിക്കുന്ന എനിക്കറിയാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, എനിക്ക് മാറ്റമില്ല. പഴയ നിയമത്തിൽ പറയുന്നതാണ്, കർത്താവായ എനിക്ക് മാറ്റമില്ല. പ്രവചനത്തിൽ പറയുന്ന കർത്താവായ എനിക്ക് മാറ്റമില്ല. കർത്താവിന് മാറ്റമില്ലെങ്കിൽ കർത്താവിന്റെ വചനത്തിനും മാറ്റമില്ല. അതുകൊണ്ടാണ് ഈ കർത്താവ് പറയുന്നത്, എന്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല. എന്നും നിലനിൽക്കും, പച്ചയായിട്ട് നിൽക്കുന്ന ഒരു വചനമാണത്. ഇങ്ങനെ ഉണങ്ങി നിൽക്കുന്ന ഒരു വചനവും ബൈബിളിലെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, പച്ചയോടുകൂടി നിൽക്കുന്ന വചനം. ഏറ്റവും കുറഞ്ഞ വിധം നീ വചനത്തെ ഒന്ന് നോക്കുക, ഇതെന്താണ് ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെയെങ്കിലും നോക്കുക. ജീവിതം ഉണങ്ങി തീർക്കാൻ വിധിക്കപ്പെട്ടിട്ടുള്ള വ്യക്തി അല്ല നീ, അല്ലെ വേറൊരാളെ പറയണ കേട്ടിട്ട് നിരാശപ്പെട്ട് കഴിയേണ്ട വ്യക്തിയല്ല നീ. നിന്റെ ജീവിതത്തിൽ ഈ ഉണങ്ങിയ അവസ്ഥ വരുമ്പോൾ, ഈ ഡ്രൈനെസ്സില് നീ എന്ത് ചെയ്യണം? ഒരു പച്ചപ്പിലേക്ക് നോക്കുമ്പോൾ നിനക്കൊരു ശക്തി കിട്ടുന്നുണ്ട്. അതാണ് സത്യം. ഈ പച്ചപ്പിലേക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ വചനത്തിലേക്ക് നോക്കുക. ഒരിക്കലും കടന്നു പോകാത്ത, ഒരിക്കലും ഉണങ്ങാത്ത, ഒരിക്കലും ശക്തി ക്ഷയിക്കാത്ത, ഒരിക്കലും മാറ്റം വരാത്ത ഈ വചനത്തിലേക്ക് നീ നോക്കുമ്പോൾ നിനക്കൊരു പുതിയ ശക്തി കിട്ടും. അവിടേക്ക് കടന്നു ചെല്ലുമ്പോൾ നിനക്ക് ഈ പച്ചപ്പിന്റെ ശക്തി നിനക്ക് മനസ്സിലാകും. ഒരു പുതിയ ഉണർവ് കർത്താവ് ജീവിതത്തിലേക്ക് തരും. അപ്പോൾ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഇന്ന് നീ തീർച്ചയായിട്ടും ഒരു തീരുമാനം എടുക്കണം. ഉണങ്ങി നിൽക്കുന്ന നിന്റെ ജീവിതത്തെ എടുത്തു മാറ്റുവാൻ തക്ക ശക്തിയുള്ള പച്ചപ്പുള്ള വചനം, കാലാകാലങ്ങളായി ഇന്നും നിൽക്കുന്ന വചനം, എന്നും മാറ്റപ്പെടാത്ത വചനം, പുതിയ ഉണർവ് നൽകുന്ന വചനം, ഈ വചനം നീ ഏറ്റു പറയണം. കാരണം ജീവിതത്തിൽ ഒരുപാട് മനുഷ്യർ ഇന്ന് ഉണങ്ങി നിരാശപ്പെട്ട് കഴിയുന്നുണ്ട്. 2 മക്കളെ കുറിച്ച് പറയണ്ടല്ലോ കർത്താവിന്റെ വചനത്തില്. ലൂക്കായുടെ സുവിശേഷം അവസാന അധ്യായത്തിൽ പറയുന്നതാണ്, 2 ശിഷ്യന്മാര് അവർ എമ്മാവൂസിലേക്ക് യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവ് അവർക്ക് വചനം കുറെ പറഞ്ഞു കൊടുത്തു. കുറച്ചു കഴിഞ്ഞപ്പോ ഈ വചനം അവിടെ കിടന്ന് കത്താൻ തുടങ്ങി. നോക്കിയേ, ഉണങ്ങി നിൽക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിൽ എന്താ കത്തനാണ് ഇവർ പറയണം? വിശുദ്ധ ലിഖിതങ്ങൾ അവൻ വ്യാഖ്യാനിച്ചു തന്നപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ശക്തി. അവർ ഉണങ്ങി നിന്നപ്പോൾ കർത്താവിന്റെ വചനത്തിലേക്ക് നോക്കിയപ്പോൾ, ഒരു പുൽമേടിലേക്ക് നോക്കിയപ്പോൾ, ഇത് എന്തൊക്കെയോ പ്രതീക്ഷകൾ. ദൈവം വന്നു, ദൈവം സംസാരിച്ചു, ഇനി നമ്മൾ അത് ചെയ്യണം, ഇനി നമുക്ക് ഒരുമിച്ച് പോകണം, ഇനി ഇങ്ങനെ ഉണങ്ങി നിന്നാ പോരാ, കുറച്ചും കൂടി ഒരു യൂണിറ്റ് വേണം, കുറച്ചും കൂടി ഒന്ന് സ്നേഹിക്കണം, കുറച്ചുകൂടെ സന്തോഷം. ഇവർക്ക് കുറേ ദർശനങ്ങൾ ലഭിക്കുക. ഒരു ദർശനമല്ല, പല ദർശനം. എന്നിട്ട് പറയാണ്, ഓക്കെ ഇതാ ജ്വലിച്ചു,
ഹൃദയം ജ്വലിച്ചു. പ്രിയപ്പെട്ടവരെ, കുടുംബം ജ്വലിക്കണമെന്നുണ്ടെങ്കിൽ ഈ വചനം വായിക്കണം നമ്മള്. നിന്റെ വ്യക്തി ജീവിതത്തിൽ ഒരു ജ്വലനം വേണം നിനക്ക്, ഒരു ശക്തി വേണം നിനക്ക്. നിന്റെ ജീവിതത്തിൽ നീ ഇപ്പൊ ജോലി ചെയ്തുകൊണ്ടിരിക്കുക, ഇത് പോരാ. നിനക്ക് കുറച്ചും കൂടെ ശക്തമായിട്ട് നിന്റെ ജോലി കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഒരു നല്ലൊരു അഭിഷേകത്തിലേക്ക് കടന്നു വന്ന് വേറൊരു രീതിയിൽ നിനക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിനക്ക് ശക്തി ആക്ച്വലി എവിടുന്ന് വരേണ്ടെന്നറിയോ? ഈ ബുദ്ധിയിൽ നിന്നല്ല. പ്രിയപ്പെട്ടവരെ, ശിഷ്യന്മാർക്ക് രണ്ടുപേർക്ക് ബുദ്ധിക്ക് ഒരു കുറവില്ലായിരുന്നു. എല്ലാം നല്ല ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവരാ. ആരോഗ്യത്തിന് കുഴപ്പമില്ല, കിലോമീറ്റർ ഒരു കുഴപ്പമില്ല, 10-11 കിലോമീറ്റർ ഒരു കുഴപ്പമില്ലാതെ നടന്ന മനുഷ്യര്. നിങ്ങൾ ചിന്തിക്കണം, രാവും പകലും ഇല്ലാതെ നടക്കണ മനുഷ്യർ. ആരോഗ്യം കുഴപ്പമില്ല, ബുദ്ധിയും കുഴപ്പമില്ല. എവിടെയാണ് കുഴപ്പമെന്നറിയോ? ഹൃദയം ചത്തുപോയി, ഹൃദയം മരച്ചുപോയി. ഹൃദയം മരച്ചിരിക്കുന്ന സഹോദര സഹോദരി, നീ അവിടെ നിന്ന് എഴുന്നേറ്റ് ഈ വചനത്തിന്റെ പച്ചപ്പിലേക്ക് നോക്കുക. ഈ വചനത്തിന് നിന്നോട് എന്തോ പറയാനുണ്ട്. നിന്റെ ചരിത്രം ഇതിനകത്തുണ്ട്. നീ ഒരു കുറച്ചു നേരം പ്രാർത്ഥിക്കുക. എങ്ങനെ വചനം നിന്റെ ജീവിതത്തിലേക്ക് നിനക്ക് മനസ്സിലാക്കേണ്ടതെന്ന് അറിയാവോ? നീ കുറച്ചു നേരം പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ ആത്മാവാണ് ഈ വചനം മുഴുവൻ എഴുതാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത്, പ്രേരണ നൽകിയിരിക്കുന്നത്. കാലാകാലങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കടന്നു വന്നിട്ട് പ്രേരണ നൽകി. അങ്ങനെയെങ്കിൽ നീ എന്ത് ചെയ്യണം? ഇതേ പരിശുദ്ധാത്മാവിനെ വിളിക്കുക. ഏത് കാലഘട്ടത്തിലും പരിശുദ്ധാത്മാവിന് സ്വാധീനമുണ്ട്, ശക്തിയുണ്ട്. പരിശുദ്ധാത്മാവെ നിറയണമേ, പരിശുദ്ധാത്മാവെ നിറയണമേ, എന്റെ ജീവിത സാഹചര്യത്തിലേക്ക് നിറയണമേ, എനിക്കൊരു ശക്തി തരണമേ, എനിക്ക് അഭിഷേകം തരണമേ. ഈ കാര്യങ്ങളൊക്കെയാണ് എന്റെ അവസ്ഥ. പരിശുദ്ധാത്മാവിനെ കുറച്ചു നേരം വിളിച്ച് പ്രാർത്ഥിക്കുക. ഒരു 5-10 മിനിറ്റ് ദൈവാത്മാവിന്റെ പ്രചോദനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ, അത് കഴിഞ്ഞ് പ്രിയപ്പെട്ട സഹോദരൻ, നീ ബൈബിൾ തുറക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഒരു സ്ഥലം നിനക്ക് വേണ്ടി ക്രമീകരിച്ചു വെച്ചിട്ടുണ്ടാവും. ഇതാണ് വചനം. ഈ വചനം കേട്ട് കഴിയുമ്പോൾ ഇതാ നിന്റെ ജീവിതത്തിലേക്ക് ഒരു പുതിയ വെളിച്ചം, ഒരു പുതിയ ദിശാബോധം. അപ്പസ്തോലന്മാരുടെ കാര്യം എടുത്തു നോക്കിയേ, എങ്ങോട്ട് പോകണമെന്നില്ല അവർക്കറിയില്ല. കാരണം എവിടെ പോയാലും മതപീഡനം ഇഷ്ടം പോലെ നടക്കുകയാണ്. ഇവിടെ പരിശുദ്ധാത്മാവ് കൃത്യം പറഞ്ഞു കൊടുക്കുക. ഫ്രീജിയയിലേക്ക് പോവാ, സിറിയയിലേക്ക് പോവാ, അങ്ങോട്ടേക്ക് പോവാ, കൊറിന്തോസിലേക്ക് പോവാ, ഗലാത്യ. ഓരോ സ്ഥലത്തും വഴിയിൽ വെച്ച് പരിശുദ്ധാത്മാവ് തടഞ്ഞ സംഭവം പോലും ഉണ്ടായിട്ടുണ്ട്. അങ്ങോട്ട് പോകരുത്, മക്കതോനിയയിലേക്ക് പോവാ, അല്ലെ ഇങ്ങോട്ട് പോകരുത്, അപ്പുറേക്ക് പോവാ, സൈപ്രസിലേക്ക് കപ്പൽ കയറുക. ഇങ്ങനെ ഓരോരോരോ കർത്താവിന്റെ ആത്മാവ് വഴി തെളിക്കുന്നുണ്ടെങ്കിൽ നിനക്കും ഇതേ ഒരു അനുഭവം ഉണ്ടാവും. എങ്ങനെയാണെന്നറിയാവോ? ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ ഒരുപാട് വിളിച്ചു വരുത്തണം. അങ്ങനെ പരിശുദ്ധാത്മാവെ വരണമേ. കാരണം സ്നേഹിക്കുന്ന ആത്മാവായതുകൊണ്ട് നീ വിളിച്ചാൽ വരും. എന്നിട്ട് ഈ നിന്റെ ഈ ദുഃഖത്തിന്റെ സാഹചര്യത്തിലേക്ക്, ഈ അസ്വസ്ഥപ്പെടുന്ന സാഹചര്യത്തിലേക്ക് വചനം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ നീ എന്നിട്ട് വചനം തുറക്കുമ്പോൾ ജീവിക്കുന്ന വചനം നിന്റെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ട് മാറ്റം വരുത്തും. ഇത് വിശ്വസിക്കുക. വചനത്തിന്റെ ഉൾക്കാഴ്ച നിനക്ക് കിട്ടണം. പ്രിയപ്പെട്ടവർ, നിങ്ങൾ എന്ത് സാധനം മേടിച്ചോ, ഒരു നല്ല വില കൂടിയ ഒരു സാധനം മേടിക്കാന്ന് വിചാരിക്കുക, ഒരു കമ്പ്യൂട്ടർ മേടിക്കാന്ന് വിചാരിക്കുക, അതിന്റെ കൂടെ നിങ്ങൾക്ക് ഒരു കാറ്റലോഗ് കിട്ടും, അല്ലെ? ഒരു കാറ്റലോഗ് കിട്ടും. ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഇത് എങ്ങനെയൊക്കെയാണ് സർവീസ് ചെയ്യാൻ കൊണ്ടുപോകേണ്ടത്, എത്രയൊക്കെ കാലഘട്ടത്തിൽ ഇതൊക്കെ ചെയ്യണം, ഇതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാറ്റലോഗ് തരും. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിന് ഒരു കാറ്റലോഗ് ഉണ്ട്. അതാണ് ഈ വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ കാറ്റലോഗാണ് ഈ വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുന്നത്. എവിടെയൊക്കെയാണ് എപ്പോഴൊക്കെയാണ് സർവീസ് ചെയ്യേണ്ടതെന്ന് ഇത് തുറന്നു നോക്കിയാൽ മതി. എവിടെയൊക്കെ തകരാറെന്നറിയണമെന്നുണ്ടെങ്കിൽ ഇത് തുറന്നു നോക്കിയാൽ മതി. എപ്പോഴൊക്കെ എന്തൊക്കെ ചെയ്യണം, എല്ലാ കാര്യങ്ങളും എല്ലാം വ്യക്തമായിട്ട് നിന്റെ ജീവിതത്തിന്റെ ഓരോ കോശങ്ങളെയും കുറിച്ചുള്ള എല്ലാ ആത്മീയമായ അറിവുകളും കർത്താവിന്റെ ഈ വിശുദ്ധ ഗ്രന്ഥം നിനക്ക് തരും. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാവോ? വിശുദ്ധ ഗ്രന്ഥം ഒരു കാറ്റലോഗായിട്ട് എടുക്കുക, റെഫറൻസ് പോയിന്റ് യേശുവായിട്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ തെറ്റുപറ്റില്ല. വിശുദ്ധ ലിഖിതങ്ങളോ കർത്താവിന്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിനക്ക് തെറ്റുപറ്റിയത്. വിശുദ്ധ ലിഖിതത്തിന്റെ ശക്തി ഇതെന്താണെന്ന് നമ്മൾ തുറന്നു നോക്കാണ്ടിരിക്കുന്നതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ തെറ്റുപറ്റിയത്. അതുകൊണ്ടല്ലേ നിരാശപ്പെടുന്നത്. ഞാൻ നിരാശപ്പെടുന്നുണ്ടെങ്കിൽ, ഞാൻ ഒരു തകർച്ചയിലേക്ക് കൂപ്പൂത്തി വീഴുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണെന്നറിയോ? ഇതിന്റെ ശക്തിയിലേക്ക് ഞാൻ പൂർണ്ണമായിട്ടും കടന്നു വന്നിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരി, ചിന്തിക്കുക. ഈ ശക്തിയിലേക്ക്, ഈ അഭിഷേകത്തിലേക്ക് കടന്നു വരുവാൻ വേണ്ടിയിട്ട് കർത്താവ് ഈ ദിവസം നിന്നെ ക്ഷണിക്കുകയാണ്. ഹെബ്രായ ലേഖനത്തിന്റെ 4:12 പറയുന്നു, കർത്താവിന്റെ വചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. ഇരുതല വാൾ ഒരിക്കലും ഞാൻ കണ്ടു, പലതരത്തിലുള്ള വാളുകൾ ഉണ്ടാവും. ഞാൻ കണ്ട വാളിന്റെ പിടി എന്ന് പറയുന്നത്, ഹാൻഡിൽ എന്ന് പറയുന്നത് സെന്ററിലാണ്. അത് ഒരു മ്യൂസിയത്തിലാണ് കണ്ടത്. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇത് ഉപയോഗിക്കുന്ന ആളിങ്ങനെ കറക്കിയാണ് ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ചുറ്റും ഒരു വ്യക്തിക്ക് പോലും കടന്നു വരാൻ പറ്റില്ല. അത്രയും പരിശീലനം ശ്രദ്ധിച്ച ആളാണ് ഉപയോഗിക്കുന്നത്. ഇവരുടെ ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളതെന്ന് പറയുന്നത് എന്താണെന്നറിയാവോ? ഇന്നിന്റെ ജീവിതം എടുത്തു നോക്കിയേ. ജീവിത പങ്കാളി, മക്കൾ, അല്ലെ മറ്റുള്ളവര് ഏതെങ്കിലുമൊക്കെ വാക്ക് ഉപയോഗിച്ച് നമ്മളെ കുത്തി മുറിപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഒരുപാട് വേദനപ്പെടും. ചില മനുഷ്യർ ചില വാക്കുകൾ പറഞ്ഞോ അതിന് എന്താ പറയാ, തീക്കട്ടയുടെ മുകളിൽ കൂടെ ജീവിതം നടക്കുന്നത് പോലെ അനുഭവപ്പെടും. അത്രയും വേദനയാണെന്ന് പറയുന്നത്. സഹിക്കാൻ പറ്റുന്നില്ല.
ഭക്ഷണം 10 ദിവസം കിട്ടിയില്ലെങ്കിൽ എങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റും. പക്ഷെ ജീവിതത്തെ സ്നേഹിച്ച മനുഷ്യരെ കുത്തി മുറിവേൽപ്പിക്കുക. അല്ല, ചിലർ അസൂയ മൂത്തിട്ട്, അസൂയ എന്ന് പറഞ്ഞാൽ പിന്നെ ബൈബിളിലുടനീളം കാണുന്നതാണ്. പിശാചിന്റെ ഹെഡ് ഓഫീസാണ് ഈ അസൂയയുടെ സ്ഥലം പറയുന്നത്. അപ്പൊ ഇത്രയും അസൂയ മുത്തി ചിലർ കുത്തി നോവിക്കും. അസൂയ മൂത്താൻ കുത്തി നോവിപ്പിക്കുന്ന വാക്കിന് ലിമിറ്റ് ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ മുത്തി നോക്കുന്നത് അത് മനസ്സിൽ കൊള്ളും. കാരണം നീ സ്നേഹിച്ചു ആ വ്യക്തിയെ, നീ ആ വ്യക്തിയെ ബഹുമാനിച്ചു, നീ ആ വ്യക്തിക്ക് ഒരു കരുതൽ കൊടുത്തു. ഇതേ വ്യക്തി അസൂയ കൊണ്ട് നിനക്ക് കുത്തി നോവിക്കും, നിനക്ക് വേദനിക്കും പ്രിയപ്പെട്ട സഹോദര സഹോദരി. അപ്പൊ നീ എന്ത് ചെയ്യണമെന്ന് അറിയാവോ? ഇവിടെ ഒരു മറുമരുന്ന് കിടപ്പുണ്ട്. എന്താണ് മറുമരുന്ന്? കർത്താവിന്റെ വചനം ഇരുതലവാളിനേക്കാൾ മൂർച്ചയുള്ളതാണ് എന്ന് എല്ലാ ദിവസവും ചില സങ്കീർത്തനങ്ങൾ നീ തെരഞ്ഞെടുക്കണം. 23 സങ്കീർത്തനം, അല്ലെ 91, അല്ലെ 103, ഏതും ആയിക്കോട്ടെ. നീ ഒരു നല്ല സങ്കീർത്തനം തെരഞ്ഞെടുക്കുക, അല്ലെ വിശുദ്ധഗ്രന്ഥത്തിലെ ഒരു ഭാഗം തെരഞ്ഞെടുക്കുക. ഇതെല്ലാ ദിവസവും നീ വിഴുങ്ങണം. കർത്താവിന്റെ വചനം തന്നെ പറയുന്നുണ്ട്, കർത്താവെ അങ്ങയുടെ വചനം കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു, അവ എനിക്ക് ആനന്ദാമൃതമായി. ഭക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങോട്ട് ഭക്ഷിക്കുക, വേറെ ഒന്നുമില്ല അതിന്റെ അർത്ഥം. എങ്ങനെ ഭക്ഷിക്കും, അങ്ങനെ ചിന്തിക്കേണ്ട. ഭക്ഷിക്കുക എന്ന് പറഞ്ഞതാണ് ഈ വചനം നമ്മൾ വായിച്ച് ചവച്ചരയ്ക്കുക. ഇത് ബുദ്ധിപരമായിട്ടുള്ള ഒരു കാര്യമല്ല. ഈ വചനം എന്റെ ഉള്ളിൽ, ഈ വചനം എന്റെ ഉള്ളിൽ. ഇതിങ്ങനെ വചനം കൊണ്ട് നിന്റെ ഹൃദയത്തെ കുത്തി നിറയ്ക്കുമ്പോൾ ഇതിന് കൃപ എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ? മറ്റുള്ള ആളുകൾ വന്നിട്ട് ഇങ്ങനെ നമ്മളെ നോവിക്കുമ്പോ ഇവരെന്ത് ചെയ്യുന്നു? ഈ വചനം കിടന്ന് കറങ്ങാൻ തുടങ്ങും. 360 ഡിഗ്രിയിൽ ഇതിങ്ങനെ കടന്ന് കറങ്ങുമ്പോൾ ഏതൊക്കെ കുത്തി നോക്കുന്ന വാക്കുകളാണോ, ഏതൊക്കെ പൈശാചികമായ വാക്കുകളാണോ, ഏതൊക്കെ അസൂയയുടെ വാക്കുകളാണോ, ഏതൊക്കെ ഒരു നിലവാരമില്ലാത്ത വാക്കുകളാണോ, ഇതൊക്കെ മുറിഞ്ഞ് നിന്റെ മുമ്പിൽ ചിതറി വീഴും. നീ ഏറ്റവും വലിയൊരു പ്രൊട്ടക്ഷനുള്ള മനുഷ്യനായി മാറും. അതുകൊണ്ടാണ് പറയുന്നത്, കർത്താവിന്റെ വചനം നീ ഭക്ഷിച്ചു കഴിയുമ്പോൾ ഇതൊരു ആയുധമാണിത്, ഇതൊരു വലിയൊരു ശക്തിയാണിത്. ഇത് മറ്റുള്ളവരെ മുറിപ്പെടുത്താനുള്ളതല്ല, മറ്റുള്ളവരിൽ നിന്ന്, മറ്റുള്ളവരുടെ നിരാശാജനകമായ വാക്കുകളിൽ നിന്ന്, തകർച്ചയുടെ വാക്കുകളിൽ നിന്ന് നിനക്ക് പൂർണ്ണമായി രക്ഷ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ നീ വചനം നിന്റെ ജീവിതത്തിൽ കുത്തി നിറച്ച് ശക്തി പ്രാപിക്കുക. വചനം ഉള്ളിലുള്ള വ്യക്തി അവന്റെ ജീവിതത്തിൽ മാംസം ധരിക്കുക ആ വചനം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വചനത്തിന്റെ ശക്തി മനസ്സിലാക്കുക, വചനം എല്ലാ ദിവസവും വായിക്കുക, വചനം പഠിക്കുക, നിരാശകമായ സാഹചര്യങ്ങളിൽ കൈനീട്ടി വചനം എടുത്തു വെച്ച് പ്രാർത്ഥിക്കുക. എല്ലാ തകർച്ചകളും നിനക്കൊരു ഉദ്ധാനം ഉണ്ടാകും. യേശു നിന്റെ ഉള്ളിൽ വന്ന് പിറക്കും. പുതിയ ശക്തിയും പുതിയ കൃപയും പുതിയ അഭിഷേകം കൊണ്ട് ദൈവം നിന്നെ ഒരുക്കുന്നത് നീ കണ്ണുകൾ കൊണ്ട് കാണും. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കണം. കർത്താവിന്റെ വചനത്തിന് ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്നേക്കും. ആമേൻ.